അതായത് നമ്മുടെ ഈ എക്സിറ്റ് പോളുകൾ അത് പരസ്പരം കലഹിക്കുന്നവയാണെങ്കിൽ തന്നെ അത് ചില പൊതുവായിട്ടുള്ള സൂചകങ്ങൾ നൽകുന്നുണ്ട്. ആ സൂചകങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ ഈ എക്സിറ്റ് പോൾ നടന്നതിന് ശേഷം ദേശീയ മാധ്യമങ്ങളിലും ബംഗാളിലെ പ്രാദേശിക മാധ്യമങ്ങളിലും നടന്ന ചർച്ചകൾ ഞാൻ ശ്രദ്ധിച്ചു. അവിടുത്തെ ബംഗാളിലെ പ്രധാനപ്പെട്ട മീഡിയയുടെ ആളുകളുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. അവരുമായിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടെ എക്സ്പ്ലിസിറ്റായിട്ട് അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ളൊരു പ്രധാന കാരണം മീഡിയയ്ക്ക് നിർഭയം പ്രവർത്തിക്കാൻ അവിടെ സാധിച്ചു എന്നുള്ളതാണ്. അത് ഈ കേന്ദ്ര സേനയുടെ വിന്യാസത്തോടു കൂടിയാണ്. മീഡിയയ്ക്ക് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ കൊടുത്തു, ജനങ്ങൾക്ക് തുറന്നു പറയാൻ ഒരു ധൈര്യം കൊടുത്തു. അതിന് അനുബന്ധമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഒരു IPS ഓഫീസർ അവിടുത്തെ ഒരു സിൻഡിക്കേറ്റ് രാജാവിൻ്റെ, ഒരു ഗുണ്ട രാജാവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് വാണിംഗ് കൊടുക്കുന്ന ചിത്രം, ആളുകളെ പുറത്തിറങ്ങാൻ വിഷമിച്ചിരിക്കുന്ന ആളുകളെ വീട്ടിൽ പോയി നിങ്ങൾ നിർഭയമായിട്ട് പോയി വോട്ട് ചെയ്യണം എന്ന് സേനാംഗങ്ങൾ ഓരോ വീടുകളോടും കയറി ഇറങ്ങി നടന്ന് പറയുന്ന ദൃശ്യങ്ങൾ. അതുപോലെ റൂട്ട് മാർച്ച്, ഈ സംഘർഷബാധിത പ്രദേശങ്ങളിലെല്ലാം അവർ സ്ഥിരമായിട്ട് റൂട്ട് മാർച്ച് നടത്തുക. പിന്നെ വളരെ കൃത്യമായിട്ട് ഈ ബൂത്തുകൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. ഒരു കാരണവശാലകത്ത് അനാവശ്യമായിട്ടുള്ള ആളുകൾ മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തും ഈ ബൂത്തുകൾ സന്ദർശിച്ച സംഘത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ബൂത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ പലപ്പോഴും ഈ സ്ഥാനാർത്ഥികൾ വരുന്നത് ഒരു 10-30 പേരുമായിട്ടാണ്. അവരുടെ ഒരു ഗുണ്ടാ സംഘവുമായിട്ടാണ് വരുന്നത്, ബോഡി ഗാർഡായിട്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നത് 2-3 പോലീസുകാരാണ്. അവർ മാറിക്കൊടുക്കും, ചിലർ സല്യൂട്ട് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവിടുത്തെ പോലീസുകാരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന നേതാക്കളാണ് ഈ കൂടെ വരുന്നത്. സല്യൂട്ട് ചെയ്തിട്ട് അകത്ത് കയറ്റി വിടും. പാടില്ല എന്നാണ്, സ്ഥാനാർത്ഥി മാത്രമേ അകത്ത് കയറാൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ ഇത്തവണ അതൊന്നും സമ്മതിച്ചിട്ടില്ല. അവർ വളരെ കൃത്യമായിട്ട്, ഇവർ തോക്കുമായിട്ടൊക്കെ നിൽക്കുന്നത് കാണുന്നത് അവർക്ക് പരിചയമില്ലാത്ത ആളുകളുമാണ്. അപ്പം അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവർ ആരും മുഖം നോക്കി ചെയ്യേണ്ട, മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പറ്റുന്ന ആളുകളാണ്. അടിക്കുന്ന കണ്ടു, ഞാൻ കണ്ടു. സംഘർഷം ഉണ്ടാക്കുന്നവൻ അടി നല്ല പോലെ കൊടുക്കുന്നു. അപ്പോൾ അത് മുഖം നോക്കാതെ നടപടിയെടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം അതേ സമയത്ത് ഈ ഒരു 3 മാസം മുമ്പത്തെ ഒരു അനുഭവം ഈ ഏറ്റവും എക്സിറ്റ് പോളിൽ വളരെ വിശ്വാസ്യതയുള്ള, വളരെ എക്സ്റ്റെൻസീവായിട്ട് ഈ സർവേകളും പഠനങ്ങളും നടത്തുന്ന ഒരു സംഘമാണ് ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പ്രദീപ് ഗുപ്ത ഇന്നലെ ഒരു പ്രമുഖ ചാനലിൽ അദ്ദേഹത്തിനോട് അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ചോദിച്ചപ്പോൾ ബംഗാൾ ഒഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താ ബംഗാൾ നിങ്ങൾ പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ എക്സാക്റ്റായിട്ട് ഒപ്പീനിയൻ പോളിലും ഞങ്ങൾ സാധാരണ ചെയ്യുന്ന ഒപ്പീനിയൻ പോളിൽ കിട്ടുന്ന ഫിഗേഴ്സും എക്സിറ്റ് പോളിലെടുക്കുന്ന ഫിഗേഴ്സും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഇതെടുക്കുന്നത്. അത് മാച്ച് ചെയ്യുന്നുണ്ടോ, കോൺട്രഡിക്ഷൻ ഉണ്ടോ, ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ എക്സിറ്റ് പോളിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് തെറ്റിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 3 മാസം മുമ്പ് ഇവരുടെ ഒപ്പീനിയൻ പോൾ നടത്തുന്ന ടീം 5 പേര് അവർ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് പോലീസ് പിന്തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. കോടതി കൊണ്ടുപോയി ജയിലിലടച്ചു. 22 ദിവസം അവർ ജയിലിലായിരുന്നു. ഹൈക്കോടതിയിൽ പോയിട്ടാണ് അവരെ മോചിപ്പിച്ച് കൊണ്ടുവന്നതും പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് കൊടുത്തത്. അപ്പോഴത്തേക്കും ഇലക്ഷൻ വന്നുപോയി കഴിഞ്ഞു. അപ്പോൾ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എക്സിറ്റ് പോളിൽ അവർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ എന്നാലും ഒരു നല്ല വിഭാഗം ഇപ്പോഴും ഒരു ഭയത്തിൻ്റെ നിഴലിലാണ്. അവർ ഒന്നുകിൽ നിശബ്ദരായിരിക്കുന്നു, അല്ലെങ്കിൽ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. ആർക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ ചില സൂചനകൾ നൽകുന്നുണ്ട്. ചിലർ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കാ വോട്ട്, അതൊരു മാറ്റം വരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ. BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറയാൻ ഇപ്പോഴും ഭയമാണ്. കാരണം ചുറ്റും പോലീസുകാർ കാണുന്നുണ്ട്, ഗുണ്ടകൾ കാണുന്നുണ്ട്, അവിടെ തൊട്ടടുത്ത ആളുകൾ, അവർ നിയന്ത്രിക്കുന്ന ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില സൂചനകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല ചാനലിൽ പറയുന്ന കേട്ടു. ഞാൻ എങ്ങനെ മനസ്സിലായി എന്ന് ചില പത്രക്കാരോട് ഞാൻ ചോദിച്ചു. പറഞ്ഞു അവിടെ നന്നായി ടീഷർട്ടിൽ ജയ് ശ്രീറാം വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ആളുകൾ അസസ് ചെയ്യുന്നത്. പിന്നെ ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ പോയാൽ പോരാ, നമുക്കൊരു മാറ്റം വരണം
എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മൂഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പല രൂപത്തിലാണ് അവിടുത്തെ ആ മൂഡ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കൂടെ എടുത്ത് ഒന്നുകൂടി ഇപ്പോൾ ഒരു ഭയാന്തരീക്ഷം, അദ്ദേഹം പറഞ്ഞൊരു പ്രത്യേക വാചകമാണ്, ആ ഒരു അന്തരീക്ഷം ഇപ്പം മാറിയിരിക്കുന്നു. ഇപ്പോൾ ആളുകൾ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം വീണ്ടും ഒരു ഒപ്പീനിയൻ പോൾ എടുക്കുന്നുണ്ട്, എക്സിറ്റ് പോൾ എടുക്കുന്നുണ്ട്. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൃത്യമായ റിസൾട്ടുമായിട്ട് നിങ്ങളുടെ ചാനലിൽ വരാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞു, കേരളം ഉൾപ്പെടെ എല്ലാം അവർ പറയുകയും ചെയ്തു. അത് മറ്റ് ഒപ്പീനിയൻ പോൾസുമായിട്ട് ചേർന്ന് വരുന്നതുമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതിൽ ഏറ്റവും വിശ്വാസ്യതയുള്ള ആക്സിസ് ആണല്ലേ അങ്ങയുടെ ഒരു അല്ല, ആക്സിസ് അടക്കം പലതും കൊണ്ട് അങ്ങനെയുണ്ട്. പക്ഷേ ആക്സിസും ഒരു ക്രെഡിബിലിറ്റിയുള്ള, നമുക്ക് പലരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ഓക്കെ. പല ഏജൻസികളും പല സ്ഥാപനങ്ങളും അവരെ ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് 9 കാരണങ്ങളാണ് ഇന്നലെ നടന്ന ചർച്ചകളിൽ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ. ഞാനൊരു 10-16 ചാനലുകൾ കണ്ടു, പല മീഡിയ പ്രവർത്തകരുമായിട്ട് കണ്ടു. അപ്പോൾ അവരൊരു 10 കാര്യങ്ങളാണ് ഈ ഒരു മൂഡ് ചേഞ്ചിന്, ഒരു വലിയൊരു മൂഡ് ചേഞ്ചാണ് അവിടെ ഇപ്പം വന്നിരിക്കുന്നത് പ്രകടമായിട്ട്, ഒരു ഇലക്ട്രൽ സീനിൽ വന്നിരിക്കുന്നത് 10 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം. നേരത്തെ പറഞ്ഞിട്ടുള്ള 15 കൊല്ലമായി, ഇനിയൊന്ന് മാറട്ടെ, വേറെ ആരെങ്കിലും ഭരിച്ചാൽ നമുക്കൊരു മാറ്റം ഉണ്ടാകുമോ എന്നറിയട്ടെ. നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളൊക്കെ മാറുകയാണ്. മുമ്പത്തെ അനുഭവമുണ്ട്, തുടർച്ചയായ ഭരണം കൊണ്ടാണ് CPM പാർട്ടിയും നശിച്ചു, സംസ്ഥാനവും നശിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. ഒരേ സമയത്ത് സംഘടനയില്ലാതായി, ജനങ്ങളും കഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അങ്ങനൊരു സാഹചര്യം വരണ്ട. ചില ആളുകൾ പറയുന്നുണ്ട്, കുറച്ചു കാലം ഭരണത്തിലില്ലായിരുന്ന ചിലപ്പോൾ തൃണമൂൽ നന്നാകും. അങ്ങനെ സച്ചിദാനന്ദൻ പിണറായിയെ പറ്റി പറഞ്ഞതുപോലെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതാണ് ഒരു കാരണം. 2, ഈ SIR ശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ ബാക്കി പറഞ്ഞാലും അവർ ഇലക്ഷൻ കമ്മീഷൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്, ജെന്യുവിനായിട്ടുള്ള വോട്ടർമാർ വരിക, നിങ്ങൾ റെക്കോർഡ് കൊണ്ടുവരിക. അവസാന വോട്ടെടുപ്പിൻ്റെ 21-ാം തീയതി വരെ സമയം കൊടുത്തു. അപ്പം ശരിക്കും ജെന്യുവിനായിട്ടുള്ള പരാതികൾ വളരെ കുറവായിരുന്നു. ഒരു വലിയ ശുദ്ധീകരണം നടന്നു എന്നുള്ള കാര്യത്തിൽ അതിനകത്ത് യാതൊരു സംശയവും ആർക്കുമില്ല. പിന്നെ ആരോപണത്തിന് വേണ്ടി ആരോപണം, അത് വലിയ പ്രശ്നമായിരുന്നു എന്ന് പറയാമെങ്കിലേ ഉള്ളൂ. മൂന്നാമത്തേത്, ഈ ഭദ്രലോക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് വോക്കലായി. അവർ നേരത്തെ അങ്ങനെയല്ല, അവരൊരു ഒരു നമ്മൾ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹിപ്പോക്രസി അവരുടെ ഉള്ളിലുണ്ട്. BJPയെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ വർഗീയവാദിയായിട്ട് മാറും എന്ന് കേരളത്തിലുണ്ട് എന്ന് പറയുന്ന ഉള്ളുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഗീയവാദിയായിട്ട് മാറും, മതേതരത്വം നഷ്ടപ്പെടും എന്നുള്ളൊരു മുഖം ഉണ്ടായിരുന്നു. പക്ഷെ ആ മുഖം മൂടി മാറി അഴിഞ്ഞു വീണു. അവർ പറഞ്ഞു തുടങ്ങി, മാറട്ടെ, ഗവൺമെൻറ് മാറട്ടെ, ഒരു പുതിയ ഭരണം വരട്ടെ എന്ന് പറയും. പക്ഷെ അതുകൊണ്ട് എല്ലാ വോട്ടും അവർക്ക് പോകണമെന്നില്ല. അവരിപ്പോഴും ആ കുറച്ച് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇടതുപക്ഷത്തിനും കുറച്ച് കോൺഗ്രസിനുമായിട്ട് പോകും. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ നേട്ടം ഉണ്ടാവും. അതേസമയത്ത് BJPക്ക് കിട്ടേണ്ട വോട്ട് കൂടുതലും ചെയ്യും, TMCയുടെ വോട്ട് കുറയും എന്നുള്ളതാണ്. BJPക്ക് കൂടുന്നതിലുപരി TMCയുടെ വോട്ട് കുറയും എന്നുള്ളതാണ്. പിന്നെ ഒന്ന്, ഈ ഞാൻ അതുകൊണ്ട് വന്നിരിക്കുന്ന ഒന്നാണ് നാലാമത്തത്, ലെഫ്റ്റ് കോൺഗ്രസിൻ്റെ സീറ്റ് വോട്ടിൻ്റെ എണ്ണം. സീറ്റിൻ്റെ എണ്ണം വർദ്ധിക്കുമെന്നറിയില്ല, വോട്ട് ശതമാനത്തിൽ അവർക്കൊരു വർധന വരും എന്നുള്ളൊരു നിരീക്ഷണമാണ്. മറ്റൊന്ന്, ഈ OIC ഹുമയൂൺ കബീർ ആ വോട്ട് കൺസോളിഡേഷൻ, മുസ്ലിം വോട്ടിൻ്റെ കൺസോളിഡേഷനും വിഭജനവുമാണ്. ആറാമത്തെ ഘടകമായിട്ട് അവർ പറയുന്നത് മോദി പ്രഭാവമാണ്. അയൽ സംസ്ഥാനങ്ങളിൽ അവർ കാണുന്നുണ്ട് മാറ്റം. BJP സർക്കാർ വന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങളും മാറ്റങ്ങളും കാണുന്നുണ്ടെന്നുള്ളതാണ്. ഏഴാമത്തെ കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ, ജെൻസി. അവർ ഇപ്പോഴും പഴയ ഈ അസ്മിതയിൽ നിൽക്കുന്നില്ല. അവർ ഈ ഭാഷ, ഭക്ഷണം, അസ്മിത ഇതൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് പഠനം, ഉന്നത വിദ്യാഭ്യാസമുള്ള അവസരം, തൊഴിൽ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ക്വാളിറ്റി ഓഫ് ലിവിങ്, അവരുടെ ഭാവി, അവരുടെ സേഫ്റ്റി, അവരുടെ സുരക്ഷ, ഇതാണ് അവർക്ക്. പക്ഷെ അതിന് ഈ ഗവൺമെൻറ് ഒരു തടസ്സമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബംഗാളി അസ്മിതയുടെ ഒരു കൗണ്ടർ പ്രോഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. BJP അത് പൊളിച്ച് എടുക്കുന്ന ആ ഒരു ഘട്ടം അവിടെ ഉണ്ടായിട്ട്. കാരണം ഈ മീന്, മുട്ട, മാംസം അത് കഴിക്കാൻ പാടില്ല എന്ന് നടത്തിയ പ്രചരണം, അതിനെതിരെ ഈ മാംസം നിവേദ്യമായിട്ട് കൊടുക്കുന്ന അമ്പലത്തിൽ പ്രധാനമന്ത്രി തന്നെ പോയി പൂജ നടത്തുന്ന കാളിക്ഷേത്രത്തിൽ പോകുന്നു. പിന്നെ അവർ പരസ്യമായിട്ടിരുന്ന് ഈ മാംസാഹാരം കഴിക്കുന്ന ചിത്രം, അതൊക്കെ വന്നതോടുകൂടി അത് അങ്ങ് മാറിക്കഴിഞ്ഞു.
പിന്നെ ഒന്ന് ECIയുടെയാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇടപെടലും അവരുടെ ഫോഴ്സും. അവർക്കെതിരെ അവരെ നിർവീര്യമാക്കാൻ വേണ്ടി എല്ലാ തരത്തിലും മാനസികമായിട്ടും അല്ലാതെയും ഫിസിക്കലായിട്ടും മാനസികമായിട്ടും ഒക്കെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താമോ, ഇലക്ഷൻ കമ്മീഷനെ നിരുത്സാഹപ്പെടുത്താമോ അതൊക്കെ നടത്തി നോക്കി. പക്ഷേ അവർ ഒരു കാരണവശാലും ഒന്നിനും ഈൽഡ് ചെയ്തില്ല, വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. അതുപോലെ ഫോഴ്സ് 2500 പരം ബറ്റാലിയനാണ്, അതായത് 2.5 ലക്ഷത്തോളം ആളുകളാണ് ഇന്ന് ബംഗാളിൽ. മാത്രമല്ല അവരൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോവില്ല, ഇവിടെ എന്തായാലും ഒരു 2-3 മാസം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ മാറി ചിന്തിച്ചവരും മാറി വോട്ട് ചെയ്തവർക്കും സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിക്കാം. നേരത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെ മാറി വോട്ട് ചെയ്ത ആളുകളെ കൊന്ന് മരത്തിൻ്റെ കെട്ടിത്തൂക്കുന്നവരെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കൊലപാതകങ്ങളില്ലാത്ത, രാഷ്ട്രീയ കൊലപാതകങ്ങളില്ലാത്ത ഒരു കഴിഞ്ഞൊരു 40 വർഷത്തിനിടയിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ആണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങളില്ലാത്ത, അക്രമങ്ങൾ ചെറുതായിട്ടെങ്കിലും ചെറിയ ഭാഗത്തുണ്ടായിട്ടുണ്ട്, പക്ഷെ തടയാൻ സാധിച്ചു. ഒറ്റ കാര്യം കൂടി, 10ാമത്തെ സംഗതി എന്ന് പറയുന്നത് TMCയുടെ വാഗ്ദാനങ്ങളിൽ ഇപ്പോൾ അവർക്ക് വിശ്വാസമില്ല, പൊള്ളയാണ്. കാരണം പറയുന്നതിൻ്റെ പകുതി പോലും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഈ 15 കൊല്ലം ഇരുന്നിട്ടും. അപ്പോൾ 15 കൊല്ലം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് വീണ്ടും അവർ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എക്സ്പോസ് ചെയ്യാനായിട്ട് BJPക്ക് സാധിച്ചു. BJPയുടെ പ്രചരണ യന്ത്രത്തിന് ഇത് വളരെ ആളുകളെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ഗ്രാസ് റൂട്ട്സ് ലെവലിൽ ചെയ്യാനായിട്ട് സാധിച്ചു. ഇതാണ് അവിടെ 10 കാരണങ്ങളാണ് ഒരു കാരണങ്ങളായിട്ട് ചെയ്തു വന്നിരിക്കുന്നത്. BJPയുടെ തരംഗം അവിടെ ഒരു പക്ഷേ 4-ാം തീയതി നമുക്കറിയാം അതിൻ്റെ ഫൈനൽ നമുക്ക് സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത്. നമുക്ക് അതുപോലെ 5 M's എന്ന് പറയുന്നൊരു ഘടകം അതിനകത്തുണ്ട് എന്നല്ലേ ഈ ചർച്ചയിൽ വളരെ രസകരമായിട്ടൊരു മോഡി നിരീക്ഷകൻ പറയുന്നുണ്ടായിരുന്നു. ഒന്ന്, സാധാരണ നമ്മുടെ ഈ വ്യവസായവൽക്കരണത്തിൻ്റെയും പിന്നെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത് 5 M's എന്ന് പറയുന്നത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ സോഷ്യോളജിയാണ് PGക്ക് പഠിച്ചത്. അപ്പോൾ പറഞ്ഞിട്ട് 5 M's: മാൻ, മണി, മെഷീൻ, മെറ്റീരിയൽ, മെക്കാനിസം. മാൻ, മണി, മെഷീൻ, മെറ്റീരിയൽ, മെക്കാനിസം. ഇതാണ് ഒരു ഇൻഡസ്ട്രിയൽ, ഒരു ബിസിനസിന്റെ ഏറ്റവും വിജയരഹസ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബംഗാളിലെ ഇന്നലെ ഒരു സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു നിരീക്ഷകൻ ചർച്ചയിൽ പറഞ്ഞത് കേട്ടതാണ്. അവർ പറയുന്നുണ്ട് ഇതുപോലൊരു 5 M ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. അത് പറയുന്നത്, ഒന്ന് മഹിള, അവരുടെ സേഫ്റ്റി. കാരണം ഈ RG കൗറിലെയും സന്ദേശ് കാലിയുടെയൊക്കെ ഇഷ്യൂസ് വളരെ ഭംഗിയായിട്ട് BJP അത് പ്രയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നൊന്ന് മമത, 2ാമത്തെ M, അതായത് ഒരു ചേഞ്ച് വേണം. മമതയുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു അപ്രോച്ച് അത് മാറണം എന്നുള്ളതാണ്. പിന്നെ മൈനോറിറ്റിയെക്കുറിച്ചുള്ളൊരു അപ്പീസ്മെന്റ്, മൈനോറിറ്റിയുടെ ഒരു ഭാഗത്ത് അപ്പീസ്മെന്റ്, ഒരു ഭാഗത്ത് ഭീഷണി, മറ്റൊന്ന് വയലൻസ്, മറ്റൊന്ന് രാജ്യസുരക്ഷയെ സംബന്ധിച്ച ഭീഷണി, നുഴഞ്ഞുകയറ്റക്കാരുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. മറ്റൊന്ന് മെജോറിറ്റി, അടുത്ത M, 4ാമത്തെ M, അതായത് മെജോറിറ്റി അവഗണിക്കപ്പെടുന്നു, അവർ ഇഗ്നോർ ചെയ്യപ്പെടുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇവൻ മുഖ്യമന്ത്രി പോലൊരു മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഉള്ളത് ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത് ഇപ്പോൾ വൈറലായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. അത് BJP തന്നെ അത് നന്നായിട്ട് പ്രചരിപ്പിച്ചു. ഹിന്ദുക്കളുടെ ഒരു സമ്മേളനത്തിൽ പോയിട്ട് അവർ പറഞ്ഞു, നിങ്ങളിവിടെ സുരക്ഷിതമായിട്ട് കഴിയുന്നത് ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ മൈനോറിറ്റി ആളുകൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയുമായിരുന്നു, പേടിപ്പിച്ചു എന്ന് പറയുന്നൊരു ഭീഷണിയുണ്ട്. അപ്പോൾ ഒരു മൈനോറിറ്റിയുടെ ചെലവിൽ മെജോറിറ്റിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അതാണ് 4ാമത്തെ M. 5ാമത്തത് മോഡി ഫാക്ടർ. അതിൽ 2 കാര്യങ്ങളാണ് പറയുന്നുണ്ട്. ഒന്ന് ക്ലീൻ ഇമേജ്, മറ്റൊന്ന് സബ്കാ വികാസ്, മറ്റൊന്ന് കേന്ദ്രത്തിന്റെ വാഗ്ദാനങ്ങൾ, കേന്ദ്ര സപ്പോർട്ട്, കേന്ദ്രത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്ക് എത്തിക്കാനായിട്ട് തടസ്സം നിൽക്കുന്നത് മമതയാണ്. അത് മാറിക്കഴിഞ്ഞാൽ ഇതുണ്ടാകും. ഈ 5 ഫാക്ടറുകളാണ് 5 M's. അതാണ് അവിടുത്തെ ഒരു മൂഡ് ചേഞ്ചിന്റെ ബേസ് എന്ന് ഒരു ചർച്ചയിൽ പറയുന്നത്. വളരെ രസകരമായ ഒരു ഒബ്സർവേഷൻ ആയിട്ട്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.